ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സോസ് കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അഫ്ഗാനി പുലാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഒത്തിരി സ്പൈസസോ ഇൻഗ്രീഡിയൻസോ ഒന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കുന്ന ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അഫ്ഗാനി പുലാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം ഈ റൈസ് നമുക്കൊന്ന് കുറച്ച് സമയം കുതിർത്തി വെക്കണേ. അതിന് വേണ്ടി 2 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മെഷർമെൻറ്റ് കപ്പിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പുലാവ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു സോസ് പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അതും കൂടി ഒഴിച്ച് ചൂടാകുമ്പോൾ 2 കഷ്ണം പട്ടയും ഒരു 4 ഗ്രാമ്പു 3 ഏലക്കായും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ സാജീരകവും കൂടി ചേർത്ത് കൊടുക്കുക. സാജീരകം നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നോർമൽ ക്യുമിൻ സീഡ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ 2 സവോള, വലിയ സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 2 എണ്ണം നീളത്തിൽ കനം കുറച്ചരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചെറിയ സവോളയാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. വഴറ്റുമ്പോൾ നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ആവുന്നത് വരയ്ക്കും തന്നെ വഴറ്റി കൊടുക്കണേ. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം അധികം കൂട്ടി വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ സവോള നന്നായിട്ട് ഗോൾഡൻ കളറിലേക്ക് വന്ന് തുടങ്ങിയപ്പോൾ 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടി 750 ഗ്രാം ചിക്കൻ ഞാനിവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള പീസസ് ആയിട്ടാണ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ക്ലീൻ ചെയ്തെടുത്ത ചിക്കൻ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ സവോള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളപ്പോൾ ഇട്ട് കൊടുത്ത ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ ചിക്കൻ്റെ ഒരു കളറ് ഒരു വൈറ്റിഷ് കളറിലേക്ക് മാറുന്നത് വരയ്ക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ മാറി വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിപ്പോൾ 2 കപ്പ് ബസ്മതി റൈസ് അല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് റൈസ് വേവിക്കാൻ 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കാണ്. അപ്പോൾ 2 കപ്പ് റൈസിന് 3 കപ്പ് വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ 1 കപ്പ് ഈ ചിക്കൻ വേവാനും കൂടി, അങ്ങനെ ടോട്ടൽ നമ്മൾ 4 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കനിലേക്ക് ആ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റോളം എടുക്കും ഈ ചിക്കൻ ഒന്ന് വെന്ത് വരാൻ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നത് വരയ്ക്കും വെയിറ്റ് ചെയ്യാം. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 10 to 15 മിനിറ്റ്സ് നമുക്ക് അടച്ച് വെച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോ ചിക്കനായിട്ട് എടുത്ത് ഇതിൽ നിന്ന് നമ്മളൊന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. ശേഷം ഇതെല്ലാം മാറ്റിയതിന് ശേഷം ഈ ഗ്രേവിയിൽ തന്നെയാണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റൈസിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ ഗ്രേവിയിൽ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. റൈസിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലെനിക്ക് കുറച്ച് ഉപ്പ് കുറവ് തോന്നി, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണേ. ഇതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന റൈസ് ഉണ്ടല്ലോ, അത് ഞാൻ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ശേഷമാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ തിളയ്ക്കുന്നത് വരയ്ക്കും അത് ഫുൾ ഫ്ലെയിമിൽ വയ്ക്കുക. അതിന് ശേഷം സ്ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്ത് ഒരു 10 to 12 മിനിറ്റ്സ് ആകുമ്പോഴേക്കും തന്നെ ഇത് വെന്ത് വരും കേട്ടോ. ഇപ്പോൾ 12 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് ഓപ്പൺ ചെയ്തു. അപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ വെള്ളമൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ചിക്കൻ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം വേണം ഇതിലേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. നമ്മളിപ്പം മറ്റൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടും തന്നെ ഫ്ലെയിം കൂട്ടി വെക്കാതെ സിമ്മിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളുടെ പഞ്ചസാര ഇവിടെ ചെറുതായിട്ട്
കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തന്നെ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഒരു പിടി ബദാം എടുക്കുക. ആ ബദാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 5-10 മതിയാവും ബദാം ചേർത്ത് കൊടുക്കുക. ഇതിനോടൊപ്പം ഒരു പിടി തന്നെ കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കിസ്മിസിനോടൊപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് കറുത്ത മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചേർക്കുമ്പോൾ ഈ ഒരു പുലാവിൽ അത് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഒരു 5-6 കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്താൽ മതി. അത് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്ത് 2 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ അതിലേക്ക് നീളത്തിലരിഞ്ഞ ഒരു ക്യാരറ്റാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടെ ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഏകദേശം 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. അതിൻ്റെ കളർ ചേഞ്ച് വന്ന സമയത്ത് ഞാൻ ഈ പാനിൽ നിന്നൊന്ന് മാറ്റിക്കൊടുക്കുകയാണേ. നമ്മളപ്പോൾ ഇവിടെ ആ സെയിം പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ നെയ്യ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. വേണമെന്നുള്ളവർക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ പറക്കി മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് വീണ്ടും ഈ ഒരു പാനിലേക്ക് നിരത്തി കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരയ്ക്കും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാകം മതിയാവും. ഈ ഒരു സമയത്ത് നമ്മളിപ്പം തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഓഫ് ചെയ്തതിന് ശേഷം ഈ ചിക്കൻ നമുക്ക് റൈസിൻ്റെ മുകളിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കുക കേട്ടോ. നമ്മളപ്പോൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച റൈസിൻ്റെ മുകളിലേക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ച നട്ട്സ് ഉണ്ടല്ലോ, നട്ട്സും അതുപോലെ ക്യാരറ്റും എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പുലാവ് 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു പുലാവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരുപാട് സ്പൈസസോ ഒത്തിരി ഇൻഗ്രീഡിയൻസോ ഒന്നും ചേർക്കാതെ ചെയ്തെടുത്തിട്ടുള്ള ഒരു പുലാവായതുകൊണ്ട് തന്നെ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. ടേസ്റ്റ് ആണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒരുപാട് സ്പൈസസ് ഒന്നും കൊടുക്കാതിരിക്കുന്നതല്ലേ കൂടുതൽ നല്ലത്. അപ്പോൾ ഈ ഒരു പുലാവ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഈ ക്യാരറ്റും എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ദം ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് ഇതിൽ നമ്മൾ ഫ്ലെയിം തീരെ കുറവിൽ സിമ്മിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് ദം ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മൂടിയൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. നോക്കൂ, നമുക്ക് കറക്റ്റായിട്ടാണ് ഈ റൈസ് എല്ലാം കിട്ടിയിട്ടുള്ളത്. ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. നല്ല സൂപ്പറായിട്ട് നമ്മളുടെ ഈ അഫ്ഗാനി പുലാവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി നോക്കാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമ്മളിതൊന്ന് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളുടെ അഫ്ഗാനി പുലാവ് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ശരിക്കും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുമാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.